ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച ഈജിപ്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിന്നതായി റിപ്പോർട്ട്. ചൈനയ്ക്കെതിരായ US നിലപാട് മയപ്പെടുത്തിയതിനെ തുടർന്ന് അമേരിക്കയിൽ ഡൗ NSP ഓഹരികൾ കുതിച്ചുയർന്നു. ഗാസ ഉച്ചകോടിയിൽ ട്രംപിനെ പ്രശംസിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയലിന്റെ ആദ്യ റാൻഡമൈസേഷൻ പൂർത്തിയാക്കി. 2031 ആകുമ്പോഴേക്കും കേരളത്തെ ആരോഗ്യ ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിഷൻ 2031 ആരോഗ്യ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് തുടരും. ഉത്തരവ് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഹൈക്കോടതി. നെന്മാറ സജിത വധക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധി.